ഇന്ന് നമ്മുടെ ടൈപ്പിലുള്ളത് ഡോക്ടർ ജസ്നയാണ്. ഡോക്ടർ ജസ്ന ഇപ്പം നാട്ടിലാണ് ഫുൾ കോഴ്സ് ചെയ്തതല്ലേ, ഡോക്ടറേറ്റ് ഉൾപ്പെടെ എല്ലാ കോഴ്സും നാട്ടിലാണ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഒരു എമിനൻറ്റ് സൈക്കോളജിസ്റ്റ് ആണ്. ഇപ്പം ഇവിടെ ബ്രിട്ടീഷ് സൈക്കോളജിക്കൽ സൊസൈറ്റിയുടെ അംഗീകാരമുള്ള ആളാണ്. അതോടൊപ്പം തന്നെ അമേരിക്കൻ സൈക്കോളജി അസോസിയേഷൻ അംഗീകാരമുള്ള ആളാണ്. ഇതുകൂടാതെ പ്രത്യാശ എന്ന് പറയുന്ന വലിയൊരു സ്ഥാപനം നാട്ടിൽ നടത്തിക്കൊണ്ടു പോകുന്ന ആളാണ്. നാട്ടിലും ഇവിടെയൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. 2021 ഇവിടെ വന്നത്. 2021 ഇവിടെ വന്ന് ഇപ്പോൾ നല്ലൊരു പൊസിഷനിൽ സ്കൂളിൽ സൈക്കോളജിസ്റ്റായിട്ട് വർക്ക് ചെയ്യുകയാണ്, എഡ്യൂക്കേഷണൽ സൈക്കോളജിയിൽ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഗസ്റ്റിനെ കിട്ടിയത് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം നമ്മളെപ്പോഴും മൈൻഡിനെ കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്നവരും നമ്മുടെ പ്രേക്ഷകരും ഒക്കെ അങ്ങനെ തന്നെയാണ് എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പം ഡോക്ടർ ജസ്ന ഇവിടെ വന്ന ഒരു ജേർണി, അതായത് ഇവിടെ വന്നു ഒരു ചെറിയ കോഴ്സ് എടുത്തു, ദെൻ അതിനുശേഷം സൈക്കോളജിയിലേക്ക് തന്നെ പോകുമായിരുന്നു അല്ലേ. അപ്പൊ ഇങ്ങനെ വളരെ സിമ്പിളായിട്ട് വന്ന ഒരാളിനെ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. എങ്ങനെയാണ് ഈ ഒരു സിമ്പിളായിട്ട് ഇവിടെ എത്തിയത്? ജേണി അത്ര സിമ്പിൾ ആയിരുന്നില്ല. സൈക്കോളജി കോഴ്സുകളെല്ലാം ഞാൻ PhD ഉൾപ്പെടെ എല്ലാം ഇന്ത്യയിലാണ് കംപ്ലീറ്റ് ചെയ്തത്. ഞാൻ പ്രാക്ടീസ് ചെയ്തത് നിംഹാൻസ് കസ്തൂർബ മെഡിക്കൽ കോളേജിലാണ്. അപ്പോൾ നല്ലൊരു ബേസ്, സ്ട്രോങ് ബേസ് എനിക്ക് ഇന്ത്യയിൽ നിന്ന് ഉണ്ടായിരുന്നു. എസ്പെഷ്യലി കേരളത്തിലും അതുപോലെ തന്നെ ഖത്തറിൽ ഒക്കെ വർക്ക് ചെയ്തിട്ടും അമേരിക്കൻ സൈക്കോളജി അസോസിയേഷൻ മെമ്പർഷിപ്പും അതുപോലെ തന്നെ സൈക്കോളജി അസോസിയേഷൻസിൻ്റെ സെക്രട്ടറി ഒക്കെ ആയിട്ടൊക്കെ ഒത്തിരി സോഷ്യൽ ആക്ടിവിറ്റീസും കൗൺസിലിംഗ് ഒക്കെ ചെയ്തിട്ടുള്ള ബേസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്താണ് ഞാൻ ബ്രിട്ടീഷ് സൈക്കോളജി സൊസൈറ്റിയിലും അല്ലെങ്കിൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള രീതിയിൽ ഇവിടെയും ഒരു നല്ലൊരു പൊസിഷൻ വേണം എന്ന് തോന്നിയത്. അപ്പൊ അങ്ങനെയാണ് ഞാൻ ഇങ്ങോട്ട് മൂവ് ചെയ്തത്. ഇവിടുത്തെ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഏറ്റവും ടഫായിട്ടുള്ള ഒരു പ്രൊസീജിയർ ആയിരുന്നു. ആസ് എ സൈക്കോളജി രജിസ്ട്രേഷനിൽ നമ്മൾ പഠിച്ചത് ഇന്ത്യയിലായതുകൊണ്ട് തന്നെ അത് അംഗീകരിക്കാൻ കുറച്ച് സമയം എടുത്തു. മാത്രമല്ല, എനിക്ക് തോന്നുന്നു ഒരു സൈക്കോളജിസ്റ്റ് ഇവിടെ ആവണമെങ്കിൽ തന്നെ എൻ്റെ അറിവിൽ ഇവിടെ അവരൊരു സൈക്കോളജിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ഡിഗ്രി സൈക്കോളജി ആയിരിക്കണം. അതിനുശേഷം പിന്നീട് മാസ്റ്റേഴ്സ് ചെയ്യണം. മാസ്റ്റേഴ്സ് ചെയ്തിട്ട് പിന്നെ അഡീഷണൽ ആയിട്ട് കൗൺസിലിംഗ് അല്ലെങ്കിൽ അങ്ങനെ പറയുന്ന കോഴ്സുകൾ ചെയ്യണം. ഒക്കെ കഴിഞ്ഞിട്ടാണ് ഒരു സൈക്കോളജി എന്ന് പറയുന്ന ഒരു പൂർണ്ണമായിട്ടും അങ്ങനത്തെ ഒരു ജേണിയാണ്. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഞാൻ പെട്ടെന്ന് അത്ഭുതപ്പെട്ടു പോയത്. കാരണം നാട്ടിൽ നിന്ന് പഠിച്ചു, പക്ഷെ ഒബ്വിയസ്ലി നാട്ടിൽ താങ്കളുടെ പ്രൊഫൈൽ തന്നെ ആയിരിക്കാം എനിക്ക് തോന്നുന്നത് ആ ഒരു ജേണി ഈസി ആക്കിയത് അല്ലേ? അതിലെന്താ വെച്ചാൽ നമ്മൾ ഇവിടെ പഠിക്കുമ്പോൾ നമ്മൾ BSc സൈക്കോളജി കഴിഞ്ഞിട്ട് ഇവിടെ പ്രാക്ടീസ് ചെയ്യണം. അതായത് ഇവിടെ MSc സൈക്കോളജി ചെയ്യുന്നവർ കുറവാണ്. ഒപ്പം തന്നെ BSc കഴിഞ്ഞ് അസിസ്റ്റന്റ് സൈക്കോളജിസ്റ്റ് ആയിട്ട് ഇവിടെ വർക്ക് ചെയ്യണം. അപ്പോൾ എനിക്കിപ്പോൾ ഇവിടെ കൂടെ ഒരുപാട് വിദ്യാർത്ഥികളായിട്ട് ഇംഗ്ലീഷ് ആയിട്ടുള്ള വ്യക്തികളാണെങ്കിലും അവർക്ക് പോലും ഈ ഒരു ജോബ് കിട്ടാൻ ഒത്തിരി ബുദ്ധിമുട്ടുണ്ട് സൈക്കോളജി ഫീൽഡിൽ. അപ്പൊ അവര് എടുത്ത് നമ്മൾ പറയുന്ന ഒരു കാര്യം, അസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ വർക്ക് ചെയ്ത് ആ എക്സ്പീരിയൻസ് കഴിഞ്ഞിട്ടാണ് അവർക്ക് ബാൻഡ് 4, ബാൻഡ് 5, ബാൻഡ് 6, ബാൻഡ് 7 കിട്ടുന്നത്. പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ബാൻഡ് 7 സൈക്കോളജിസ്റ്റ് ആയിട്ടാണ് എനിക്ക് കിട്ടിയത്. ഇത് തന്നെയാണ് എനിക്ക് തോന്നുന്നത് എന്റെ മനസ്സിൽ ഏറ്റവും ആദ്യം താങ്കളുടെ ഈ ഒരു ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. ഇങ്ങനെ അതിന് ഞാൻ പറഞ്ഞിരുന്നു, ഒരു വർഷം മുമ്പ് തന്നെ ഞാൻ ഒരു മെസ്സേജ് ഇട്ടിരുന്നു, നമുക്കൊരു ടോക്ക് ചെയ്യാവുന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച്. അപ്പം എന്താണ് ഇപ്പൊ ഇവിടെ ചെയ്യുന്നത്? ആക്ച്വലി ഇവിടെ ഞാൻ കൗൺസിലിൽ സൈക്കോളജിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാണ്, ബ്രിട്ടീഷ് കൗൺസിലിന് വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഏറ്റവും സീനിയർ മോസ്റ്റ് പൊസിഷൻ ആണ്. ഒപ്പം തന്നെ ഞാൻ പ്രൈവറ്റ് ആയിട്ട് ഒരു ട്രസ്റ്റിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. സീനിയർ സൈക്കോളജിസ്റ്റ് ആണ് എൻ്റെ പൊസിഷൻ അവിടെ. അതിലെനിക്കൊരു 5000-ഓളം കുട്ടികൾ 0 to 25 ഇയർ ആണ് ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന കാറ്റഗറി വരുന്നത്. അപ്പോൾ ഒരു 5 സ്കൂളിൻ്റെ ഇൻചാർജ് ഞാനാണ്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടുള്ള അസസ്മെന്റുകൾ, എസ്പെഷ്യലി IQ ടെസ്റ്റുകൾ, മറ്റ് ടെസ്റ്റുകളുണ്ട് കുട്ടികൾക്ക് ചെയ്യേണ്ടത്. അപ്പൊ അവർക്കുള്ള ടെസ്റ്റുകൾ നടത്തി അവർക്ക് വേണ്ട റിപ്പോർട്ടുകൾ തയ്യാറാക്കണം. ഗവൺമെന്റിൽ ലോക്കൽ അതോറിറ്റിക്ക് കൊടുക്കാനുള്ള റിപ്പോർട്ടുകൾ തയ്യാറാക്കണം. പ്രധാനമായിട്ടും ചെയ്യുന്നത്. അതോടൊപ്പം എനിക്ക് വന്നിട്ടുള്ള നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ ഇവിടെ കൊടുക്കുന്ന ഇൻഫർമേഷൻസ് ആണ് ടൈപ്പില്. അപ്പം അതിൽ എനിക്ക് പ്രധാനമായിട്ടും ചോദിക്കാനുള്ള ഒരു ചോദ്യം, ഇപ്പൊ നാട്ടില് നമ്മളൊരു സൈക്കോളജി പഠിച്ച ഒരാൾക്ക് എങ്ങനെയാണ് UK വരാൻ പറ്റുമോ? താങ്കൾ ഒബ്വിയസ്ലി പ്രൂവ് ചെയ്താണ് അതെനിക്ക്. പക്ഷെ താങ്കളുടെ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ താങ്കളൊരു
അയാളുടെ പ്രൊഫൈൽ അത്രയും വലുതായിട്ടാണ് എനിക്ക് മനസ്സിലായത്. അപ്പം എന്ന് പറയുന്ന ഒരു സാധാരണ ഒരാൾക്ക്, ഒരു MSc സൈക്കോളജി കഴിഞ്ഞ ഒരാൾക്ക് UK വന്ന് സെറ്റിൽഡ് ആവാൻ എളുപ്പം? തീർച്ചയായിട്ടും. ഇപ്പൊ എന്റെ പ്രൊഫൈല് ഞാൻ കുറച്ചും കൂടി എക്സ്പീരിയൻസ്ഡ് ആണ്. പക്ഷെ നാട്ടിലെ കുട്ടികളുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, അവിടെ ഇപ്പൊ കോഴ്സ് MSc കഴിഞ്ഞാൽ നാട്ടിലെ സൈക്കോളജിസ്റ്റ് ആയി. പക്ഷെ നമ്മൾ അതിലൊതുക്കി നിർത്തരുത്. ഇന്റേൺഷിപ്പുകൾ ചെയ്യണം, പ്രോപ്പർ ആയിട്ട് ട്രെയിനിങ്ങുകൾ എടുക്കണം. അപ്പോൾ ഇവിടെ എപ്പോഴും നമുക്ക് HCPC എന്ന് പറയുന്ന രജിസ്ട്രേഷൻ ആണ് വേണ്ടത്. അപ്പോൾ ഞാൻ ഇവിടേക്ക് വരുന്ന സമയത്ത് ഈ HCPC എന്നുള്ള വേർഡ് പോലും എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. എങ്ങനെ ഒരു ബ്രിട്ടനിൽ സൈക്കോളജിസ്റ്റ് ആവാം എന്ന് അറിയുന്നുണ്ടായിരുന്നില്ല, അതിന്റെ സ്റ്റെപ്പുകൾ അറിയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ എനിക്ക് ആരും റെഫർ ചെയ്യാനില്ല, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അതുപോലെ ഇവിടെ എനിക്ക് കൂടുതലായിട്ടും നേരിട്ടൊരു പ്രശ്നം എന്ന് വെച്ചാൽ കേസ് സ്റ്റഡികൾ പ്രസന്റ് ചെയ്യാനായിട്ട് പറഞ്ഞു. അപ്പൊ 20ഓളം ഇന്ത്യയിൽ ചെയ്ത കേസ് സ്റ്റഡികൾ ഞാനിവിടെ പ്രസന്റ് ചെയ്തു, സബ്മിറ്റ് ചെയ്തു. അപ്പൊ ആ സബ്മിറ്റ് ചെയ്തപ്പോ അത് അവർക്ക് ഓക്കെ ആണ് എന്ന് തോന്നി മനസ്സിലാക്കണം അവര്. അപ്പൊ നമ്മൾ നാട്ടില് പഠിച്ചു എന്ന് പറയുന്നതും നമ്മുടെ സിലബസ് വ്യത്യാസമുണ്ട്, നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഇവിടെ അപ്രൂവ് ചെയ്യണം. അപ്പൊ തീർച്ചയായിട്ടും സൈക്കോളജി പഠിക്കുന്ന ഏതൊരു സ്റ്റുഡന്റും നന്നായി ഇന്റേൺഷിപ്പ് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. അതായത് പല കുട്ടികൾ ഇപ്പൊ ചെയ്യുന്നത് MSc കഴിഞ്ഞാൽ എങ്ങനെയും ജോലി നേടുക എന്നുള്ളതാണ്. അപ്പൊ ഞാൻ എൻ്റെ ഒരു മെത്തേഡ് ചെയ്തത്, ഇത്ര എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞല്ലോ, ഞാൻ 21 വയസ്സ് അല്ലെങ്കിൽ 22 വയസ്സുള്ള സമയത്ത് ഞാൻ BSc പഠിക്കുമ്പോഴും MSc പഠിക്കുമ്പോഴും എല്ലാ സൺഡേയും ഞാൻ പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഡോക്ടേഴ്സിന്റെ കൂടെ ഷാഡോ ചെയ്യാനായിട്ട് പോവായിരുന്നു. സൈക്യാട്രിസ്റ്റിന്റെ കൂടെ, സൈക്കോളജിസ്റ്റുകളുടെ കൂടെ കണ്ടിന്യൂസ് ആയിട്ട്. അതെനിക്ക് വളരെയധികം ഗുണം ചെയ്തിരുന്നു. അപ്പൊ അതാണ് നമുക്ക് ഏറ്റവും ആവശ്യം, പ്രാക്ടീസ്. അപ്പൊ അതിന്റെ സർട്ടിഫിക്കറ്റുകൾ ഇവിടെ വളരെ വാലിഡ് ആണ്. നമ്മൾ ഇന്ത്യയിലാണ് കോഴ്സ് ചെയ്തെങ്കിലും അത് ഇവിടെ വളരെ വാലിഡ് ആണ്. ഇന്ത്യയിൽ ഏത് കോഴ്സ് ചെയ്താലും ഇവർ അംഗീകരിക്കും. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്ന HCPC രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് എനിക്ക് പല കോഴ്സിനും, ഇപ്പം ഒഫ്താൽമോളജി പഠിക്കുന്നവർക്കോ അല്ലെങ്കിൽ ഒപ്റ്റോമെട്രി പഠിക്കുന്നവർക്കോ അല്ലെ ഫാർമസി അതിൽ വരുമോന്ന് എനിക്കറിയില്ല. ഫാർമസി പല പാരാമെഡിക്കൽ അങ്ങനെയുള്ള ഇവർക്ക് ഫിസിയോതെറാപ്പി എല്ലാം വരുന്നൊരു ഏരിയ ആണത്. അപ്പം ഇത് കൂടാതെ IELTS വേണം അല്ലേ? IELTS 7 വേണം. പിന്നെ നമുക്ക് ഇതിന് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഈ രജിസ്ട്രേഷൻ പ്രോസസ്സ് ആദ്യം ഇതൊരു ഡോക്യുമെന്റ് ആയിട്ട് അയച്ചു കൊടുക്കലായിരുന്നു, ഇപ്പൊ ഓൺലൈനാണ്. സത്യത്തിൽ ഇതൊരു 180 ദിവസത്തെ പ്രോസസ്സേ ഉള്ളൂ. പക്ഷെ ഫസ്റ്റ് ഒരു കേരളയിൽ എല്ലാ കോഴ്സും കഴിഞ്ഞു, ഇന്ത്യയിൽ കോഴ്സ് കഴിഞ്ഞ് ഇവിടെ വന്ന് ഈ പ്രോസസ്സ് ചെയ്തുകൊണ്ട് എനിക്ക് പിന്നെ കോവിഡിന്റെ ടൈം നമ്മുടെ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് കിട്ടുന്ന സർട്ടിഫിക്കറ്റുകൾ, പല യൂണിവേഴ്സിറ്റികളും ഞാൻ പഠിച്ച യൂണിവേഴ്സിറ്റികൾ അപ്രോച്ച് ചെയ്തപ്പോൾ അവർക്ക് പല സർട്ടിഫിക്കറ്റുകൾ എങ്ങനെ ചെയ്യണ്ടേന്ന് പോലും അറിയാത്തൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇപ്പോ കുറച്ചും കൂടി ഈസിയാണ്, കാരണം ഞാൻ ഇതൊക്കെ ചെയ്ത് തീർത്ത കാരണം ഇനി വരുന്ന സ്റ്റുഡൻസിന് അവർക്ക് അറിയാം ഇതാണ് ഈ സർട്ടിഫിക്കറ്റ് ചോദിക്കുന്നത്. അപ്പോ അത് എനിക്ക് അവരെ പഠിപ്പിച്ചു കൊടുക്കേണ്ട ഒരു അവസ്ഥയൊക്കെ വന്നിരുന്നു. അതിന് ഒരുപാട് ലാഗ് ഇരുന്നു, കാരണം ഈ സർട്ടിഫിക്കറ്റുകൾ കിട്ടാൻ. അപ്പൊ അത് ഞാൻ സബ്മിറ്റ് ചെയ്യാനാണ്. ഇവിടെ എല്ലാം സർട്ടിഫിക്കറ്റ് ഡോക്യുമെന്റേഷൻ പ്രോസസ്സ് പക്കയാണെങ്കിൽ ഈസി ആയിട്ട് 3 മാസത്തിനുള്ളിൽ രജിസ്ട്രേഷൻ കിട്ടും. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത്, ഇപ്പൊ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ആൾക്കാരന് ഒരു സൈക്കോളജി ആവണം എന്ന് വിചാരിച്ചോളൂ, അയാൾ വേറെ എന്തെങ്കിലും പ്രൊഫഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അയാൾക്ക് സൈക്കോളജിയിലേക്ക് വരണം എങ്കിൽ എന്തായിരിക്കാം മാർഗം? ഓക്കെ, ഇവിടെ ബ്രിട്ടനിൽ വർക്ക് ചെയ്യാനാണോ അതോ നാട്ടില്? ബ്രിട്ടനിൽ. അപ്പൊ അവര് തീർച്ചയായിട്ടും സൈക്കോളജിയുടെ തന്നെ ഒരുപാട് കോഴ്സുകൾ ഉണ്ട്. ഇപ്പൊ ഞാനിപ്പോ ഡീൽ ചെയ്യുന്നത് എഡ്യൂക്കേഷണൽ റിലേറ്റഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷണൽ സൈക്കോളജിസ്റ്റിന്റെ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഞാൻ ഡീൽ ചെയ്യുന്നത്. സ്പെഷ്യാലിറ്റി ഞാൻ റിസർച്ച് ചെയ്തിട്ടുള്ളത് കൂടുതലും ഡിസ്ലെക്സിക് ആയിട്ടുള്ള വ്യക്തികളിലാണ്. റീഡിംഗ് ഡിസോർഡർ, റൈറ്റിംഗ് ഡിസോർഡർ, എസ്പെഷ്യലി ആ ഒരു ഏരിയയിലാണ് എന്റെ റിസർച്ചുകളൊക്കെ കൂടുതൽ. ക്ലിനിക്കലാണ് എനിക്ക് കൂടുതൽ ഇൻട്രസ്റ്റ്. കൗൺസിലിംഗ്, തെറാപ്പീസ്, CBT അത്തരം തെറാപ്പി സൈഡാണ് കൂടുതൽ ഇൻട്രസ്റ്റ്. പക്ഷെ ഞാൻ ഇത് പാരലലി ഒരുപോലെ തന്നെ ചെയ്തു പോയിട്ടുള്ളതാണ് റിസർച്ച്. അപ്പൊ എന്താണ്, അപ്പം നമ്മൾ ഇവിടെ ഒരാൾക്ക്, ഇപ്പം ഒരു സാധാരണ ജോലി ചെയ്യുന്ന ഒരാൾക്ക് ഇവിടെ സ്ഥിരമായിട്ട് നിൽക്കാൻ ആഗ്രഹമുള്ള ഒരാള് ഒരു സൈക്കോളജിസ്റ്റ് ആവാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ അവരുടെ ഒരു വേ എങ്ങനെയാണ് അവർക്ക് ഒരു സൈക്കോളജിസ്റ്റ് ആവണമെങ്കിൽ നിർബന്ധമായിട്ട് HCPC രജിസ്ട്രേഷൻ വേണം. അപ്പോൾ ഇവിടുത്തെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുക. അത് യൂണിവേഴ്സിറ്റികൾ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. പല യൂണിവേഴ്സിറ്റികളും നാട്ടിൽ നിന്ന് വരുന്നവരാണെങ്കിലും ഈ ഒരു മോഹമായിട്ട് തന്നെയാണ് കുട്ടികൾ വരുന്നത്. ഇപ്പോൾ റീസെന്റ് എനിക്ക് വന്ന കോളുകളിൽ ഒരുപാട് മലയാളി കുട്ടികൾ പെട്ടുകിടക്കുന്നുണ്ട്. കാരണം ഈ കോഴ്സ് വാലിഡ് അല്ലാത്ത പല കോഴ്സുകൾ അവർ സെലക്ട് ചെയ്തിട്ട്, അപ്പൊ അവര് 2 വർഷം ഇത് പഠിച്ചു, സൈക്കോളജി പഠിച്ചു, പക്ഷെ അതിൽ നിന്ന് അവർക്ക് എന്ത് ചെയ്യണം എന്നറിയാത്ത അവസ്ഥയാണ്. ഈ രജിസ്ട്രേഷനുള്ള ക്വാളിഫിക്കേഷൻ ആ കോഴ്സിൽ ഇല്ല. അപ്പൊ കോഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ ഈ രജിസ്ട്രേഷൻ കിട്ടുമോ എന്നുള്ളത് നമ്മൾ മുൻപ് അന്വേഷിക്കണം.
അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ നമ്മൾ കോഴ്സ് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ നമ്മുടെ നാട്ടിലത്തെയോ അല്ലെങ്കിൽ ഇവിടുത്തെ ആണെങ്കിലും കഴിഞ്ഞു കഴിഞ്ഞാൽ IELTS 7 അതുപോലെ ഈ ക്വാളിഫിക്കേഷൻ നേടാനുള്ള കാര്യങ്ങളും ഉണ്ടെങ്കിൽ HCPCക്ക് സെപ്പറേറ്റ് നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പൊ ചില യൂണിവേഴ്സിറ്റികൾ അവരുടെ കോഴ്സിന്റെ ഒപ്പം തന്നെ ഈ ആപ്ലിക്കേഷന്റെ കാര്യങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ കുറച്ചും കൂടി അവർക്ക് സൗകര്യമാണ്. പിന്നെ അസിസ്റ്റന്റ് സൈക്കോളജിസ്റ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് അവർക്ക് കയറാൻ സൈക്കോളജിയിലേക്ക് വരാൻ പറ്റും. അപ്പോൾ എന്തായാലും എനിക്ക് തോന്നുന്ന വളരെ നല്ല ഇൻഫർമേഷൻ ആയിരുന്നു. അപ്പോൾ ഇദ്ദേഹം അതെല്ലാം കൃത്യമായിട്ട് പറഞ്ഞു. അതുകൊണ്ട് തന്നെ പുതിയ ആൾക്കാർക്ക് അത് ഗുണപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇദ്ദേഹത്തും നമ്മൾ വിടുന്നൊന്നുമില്ല, ഇവിടൊക്കെ തന്നെ കാണും, നമ്മുടെ ചാനലിൽ ഇടയ്ക്കൊക്കെ കാണും. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിൽ ഇടുക. നമ്മൾ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാം. അതോടൊപ്പം തന്നെ താങ്കളുടെ ഇമെയിൽ ഐഡിയോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കുന്നതിൽ തീർച്ചയായിട്ടും ഫോൺ നമ്പർ നമുക്ക് UK കൺസൾട്ടേഷൻസ് ഉണ്ട്. എനിക്ക് സാറ്റർഡേ സൺഡേസ് പ്രൈവറ്റ് കൺസൾട്ടേഷൻസ് ഉണ്ട്. അത് കൂടുതലും ഇംഗ്ലീഷ്, സ്പാനിഷ്, മലയാളികൾ എല്ലാവരും എടുക്കുന്നതാണ്. ഞാനിവിടെ NHS നഴ്സുമാർക്കുള്ള സെഷനുകൾ കൊടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഒരുപാട് പുതിയ കുട്ടികൾ ഒരുപാട് ഇവിടെ വന്ന് സ്റ്റുഡൻസ് ആയിട്ട് വന്നവര്. അപ്പൊ അവർക്ക് ഏറ്റവും കൂടുതൽ അറിയാലോ ലോൺലിനെസ് ഒരു വലിയൊരു പ്രശ്നമാണ്. അപ്പോൾ അത്തരം സാഹചര്യങ്ങളൊക്കെ സൈക്കോളജിക്കലി അവർ സഫർ ചെയ്യുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. അപ്പൊ അതിനുള്ള കൗൺസിലിംഗ് കൊടുക്കാറുണ്ട്. അടുത്തത് ഫാമിലീസ് മൈഗ്രേറ്റ് ചെയ്യുമ്പോൾ ഡിവോഴ്സ് എന്ന് പറയുന്നതാണ് ഇപ്പോൾ UK ഏറ്റവും കൂടുതൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം. അപ്പോൾ ഫാമിലി തെറാപ്പീസ്, കപ്പിൾ തെറാപ്പീസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് നല്ലൊരു ലൈഫ് ലീഡ് ചെയ്യാനായിട്ട് ഇപ്പൊ എല്ലാ മേഖലകളിലും നമ്മളിവിടെ സപ്പോർട്ട് കൊടുക്കുന്നു. തീർച്ചയായിട്ടും. അപ്പം ഇതെല്ലാം ഓർത്ത് വെക്കുക, അദ്ദേഹത്തിന്റെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കാം. അപ്പം നമ്മളെപ്പോഴും എനിക്കൊന്ന് മനസ്സിലായത്, നമ്മൾ പലപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങൾ തുറന്നു പറയാറില്ല അല്ലേ. മെന്റൽ ഹെൽത്ത് പ്രോബ്ലം പല ആൾക്കാരും മറച്ചു വെക്കാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ ഒരു സ്റ്റിഗ്മയൊക്കെ ഇന്ന് ഒത്തിരി മാറി വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ താങ്കളെപ്പോലുള്ള ആൾക്കാരുടെ തീർച്ചയായിട്ടും UK മലയാളി സമൂഹത്തിന് പ്രത്യേകിച്ച് നമുക്ക് മനസ്സ് തുറന്ന് പറയാൻ പറ്റുന്ന ആൾക്കാരായിരിക്കും നമ്മുടെ ആൾക്കാർ. അപ്പോൾ അങ്ങനെയുള്ള ഒരാളിനെ കിട്ടിയതിൽ ഒത്തിരി സന്തോഷം. അപ്പോൾ എനിവേ ഞങ്ങൾ കുറേ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അദ്ദേഹം ഇവിടെ ഉണ്ട്, എവിടെയും പോകുന്നില്ല. അപ്പോൾ നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് നടക്കാം.